നമസ്കാരം. ജനിച്ച നക്ഷത്രപ്രകാരം അപ്രതീക്ഷിതമായി ഉയർന്ന സാമ്പത്തിക നിലവിലെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ജനന സമയപ്രകാരം ഭാഗ്യാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഇക്കൂട്ടരുടെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും. കാർത്തിക. ഈ നാളുകാർ പൊതുവെ വിദ്യാഭ്യാസ സമ്പന്നരായിരിക്കും. ജീവിതത്തിൽ ഉടനീളം സാമാന്യം ധനികരുമായി കാണാനാണ് സാധ്യത. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യസന്ധരും ആരോഗ്യമുള്ളവരും തേജസ്വികളും ആകും. ഒന്നിലധികം വീടുകൾ ഇവർക്കുണ്ടാകും. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ ഭാഗ്യം കടാക്ഷിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉടനീളം ധനവാനായിരിക്കും. ഏത് കൂട്ടത്തിൽ ചെന്നാലും അവിടുത്തെ നേതാവായിരിക്കും. ഈ നക്ഷത്ര ജാതകർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരും ആയിരിക്കും. 30 വയസ്സിനും 40 വയസ്സിനും മധ്യയുള്ള കാലം അവിചാരിതമായി നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും. കുടുംബസുഖം, സന്താന ഗുണം, ബന്ധുഗുണം തുടങ്ങിയവ ഈ കാലത്തും കിട്ടുകയും ചെയ്യും. മകയിരം. ഇവർ ഭയങ്കര ബുദ്ധിയുള്ളവരും സൗന്ദര്യവും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കുവാൻ കഴിയും. ജീവിതത്തിൽ ആദ്യ ഭാഗം ക്ലേശകരമെങ്കിലും മധ്യവയസ്സിനു ശേഷം നേട്ടങ്ങളുടെ നെറുകയിൽ എത്തുന്നവരാണ് ഇവർ. സ്വന്തം പരിശ്രമത്താൽ ഉന്നതിയിൽ എത്തുകയും ചെയ്യും. തിരുവാതിര. ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടും. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ബുധന്റെ രാശിയിൽ ജനിച്ചവരായതിനാൽ ബുദ്ധിയുള്ളവർ ആയിരിക്കും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകുന്നതാണ്. പൂരം. സൗന്ദര്യവും സാമർഥ്യവും തികഞ്ഞവരാണ് പൂരം നക്ഷത്രക്കാർ. നന്നായി സംസാരിക്കുന്ന ഇവർ ആജ്ഞാശക്തി, സൗഹൃദയത്വം എന്നീ ഗുണങ്ങൾ ഉള്ളവരാണ്. എന്നാൽ മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യാൻ വിമുഖതയുള്ളവരുമാണ് ഇവർ. സ്വതന്ത്ര ബുദ്ധികളാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ളവരാണ് ഇക്കൂട്ടർ. കലാത്മകപരവും ആഡംബരഭ്രമവും ഇവരുടെ പ്രത്യേകതയാണ്. ഉത്രം. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ് ഉത്രം നക്ഷത്രക്കാർ. സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഇക്കൂട്ടർക്ക് ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കാനുള്ളൊരു കഴിവും കൂടിയുണ്ട്. അനിഴം. സ്വന്തം തീരുമാനത്തിൽ ഉറച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. കലാപരമായ കഴിവുണ്ട്. വിദേശത്താണ് ഈ നക്ഷത്രക്കാർ കൂടുതലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. സ്വതന്ത്ര ബുദ്ധികളായതുകൊണ്ട് പലപ്പോഴും എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നതാണ്. മൂലം നക്ഷത്രം. സർക്കാർ സ്ഥാപനങ്ങളിലോ കമ്പനികളിലോ ബഹുമാന്യതയുള്ളവരും ഉദ്യോഗം ലഭിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രമാണ് മൂലം. ഉയർന്ന സാമ്പത്തിക സ്ഥിതി, നേതൃപാടവം, ഈശ്വരവിശ്വാസം, സ്വതന്ത്ര ചിന്താഗതി എന്നിവയാണ് പൊതുവായ പ്രത്യേകതകൾ. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ ആഡംബരപ്രിയരുമായിരിക്കും. ഉത്രാടം. ജീവിതത്തിൽ യൗവന 2ാം ഘട്ടം മുതലാണ് പുരോഗതി കൂടുതൽ ദൃശ്യമാകുന്നത്. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് മുഖവില നൽകാതെ സ്വപ്രയത്നത്താൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവരാണ് ഇക്കൂട്ടർ.